ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങളുടെ സുക്കുവിൻ്റെ ചോറൂണ്. നമ്മൾ ഓൾറെഡി ഹരിപ്പാട് അമ്പലത്തിൽ കൊടുത്തായിരുന്നു. പക്ഷെ മാളുവിനൊരു വഴിപാടുണ്ടായിരുന്നു, കാട്ടിലമ്പലം ഉണ്ടല്ലോ, അവിടെ വെച്ച് അവന് കൊടുക്കണമെന്ന് അവൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേ പോവുകയാണ്. അത് നമ്മൾ അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്, അവിടെ നിന്ന് അമ്പലത്തിലോട്ട്. സുക്കു ആദ്യം ഇച്ചിരി വഴക്കൊക്കെ ആയിരുന്നു, പിന്നെ അവൻ റെഡിയായി. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലോട്ട് എത്തി. ഈ അമ്പലത്തിന് വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. ഇതിനെ മണികെട്ട് അമ്പലം എന്നും കൂടെ പറയും. കാരണം നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആൽമരം ഉണ്ട്. അപ്പം അതിൽ നമ്മൾ മണി കെട്ടും. 7 തവണ പ്രദക്ഷിണം വെച്ച ശേഷം നമ്മൾ മണി കെട്ടും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടുത്തെ ദേവി സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവമുണ്ട്. ഒരു പ്രത്യേക ഭംഗിയായി അമ്പലത്തിന്. കാരണം കടലിനും കായലിനും ഇടയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിതിന് മുന്നേ 2-3 പ്രാവശ്യം ഈ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്തായാലും അമ്പലത്തിൽ വലിയ തിരക്കില്ല. ജങ്കാറ് വഴിയും ഇങ്ങോട്ടേക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാനും സുക്കും കൂടെ ആൽമരത്തിന്റെ അവിടെ നിൽക്കുമായിരുന്നു. കാരണം ബാക്കിയുള്ളിടത്തെല്ലാം വെയിലായിരുന്നു. കുറച്ചു നേരമൊക്കെ അവൻ അടങ്ങിയിരുന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ആ മണിയോടായി കൗതുകം. പിന്നെ അവൻ അതിൽ പിടിക്കാനും അതിൽ പിടിച്ചു പറിക്കാനും ഒക്കെ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോറ് കൊടുക്കാനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ അവനെ കുറച്ച് ബ്രൂട്ടീഷനൊക്കെ ചെയ്ത് മുണ്ടൊക്കെ കൊടുത്ത് അവനെ സുന്ദര കുട്ടപ്പനാക്കി. അങ്ങനെ മാളും ചേട്ടനും ഒക്കെ റെഡിയായി ചോറ് കൊടുക്കാനായിട്ട്. അവൻ വഴക്കൊന്നും ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചോറ് കൊടുത്തിട്ട് വരാം. സുക്കു അങ്ങനെ മിടുക്കനായി ചോറൊക്കെ കൊണ്ടു സെറ്റായി. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ടാറ്റാ, ബൈ ബൈ.